അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിന്റെ മറ്റൊരു പുതിയ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ, ഈ നമ്മൾ പുതിയ ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ഉപരിപഠനത്തിലേക്കോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇൻ്റർവ്യൂസിൻ്റെ പല ഫേസസിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ശരിക്കും എങ്ങനെ അതിനെ നമുക്ക് നേരിടാൻ പറ്റും? ഒരു തൊഴിലിനാണെങ്കിലും ഉപരിവിദ്യാഭ്യാസത്തിനാണെങ്കിലും ചില ബിരുദ പഠനം കഴിയുന്ന സമയത്താണെങ്കിലും ഒരു ഇൻ്റർവ്യൂ അനിവാര്യമായി വരാറുണ്ട്. പഠനകാലത്ത് തന്നെ നമ്മൾ വൈവാവോസി എന്ന് പറയാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ ഒന്നിൽ ജോബ് ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ്, അല്ലെങ്കിൽ റിസർച്ചിനുള്ള ഇൻ്റർവ്യൂ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികൾ നേരിടേണ്ടി വരിക. ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും അതൊരു പരീക്ഷയാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ പരീക്ഷാർത്ഥി ഏത് നിലയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണെന്ന് വിലയിരുത്തലാണ് ഈ ഇൻ്റർവ്യൂ അഥവാ അഭിമുഖത്തിൻ്റെ ആവശ്യം. വളരെ അനുഭവസ്ഥനായ ഒരു വ്യക്തിക്ക് തൻ്റെ മുന്നിലിരിക്കുന്ന ഉദ്യോഗാർത്ഥിയെയോ പരീക്ഷാർത്ഥിയെയോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വിലയിരുത്താൻ കഴിയും. അവരുടെ പ്രതികരണത്തിൽ നിന്ന്, അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് അവരുടെ ചിന്തകളെ അളക്കാൻ പറ്റും, അവരുടെ വ്യാപ്തിയെ അളക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്നവരും മുൻകൂട്ടി തയ്യാറെടുത്ത് വേണം പോകാൻ. അതിലേറ്റവും നല്ല തയ്യാറെടുപ്പ് സാങ്കല്പികമായ ഇൻ്റർവ്യൂ സ്വയം നേരിടുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ കഴിയുക ഒരു കണ്ണാടിയുടെ മുന്നിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തിട്ട് ഓരോ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് അതിനെങ്ങനെ മറുപടി പറയും എന്ന് സ്വയം പരീക്ഷിച്ച് നോക്കലാണ്. പിന്നെ മറുപടി പറയുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി അറിയാതെ പുറത്തേക്ക് വരും. പൊതുവെ രണ്ട് തരത്തിലാണ് നോളജ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി. ഒന്ന് സോളിഡ്, ഒന്ന് ഹോളോ. ഒരു ഇൻ്റർവ്യൂവിൽ നോളജ് മാത്രമല്ല പരീക്ഷിക്കപ്പെടുന്നത്, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ട്രേഡ്സും പരീക്ഷിക്കപ്പെടും. നമുക്കറിയാം, സൈക്കോളജിയിൽ നിരവധി തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് തങ്ങൾ അളക്കപ്പെടുന്നത് തങ്ങളുടെ നിലവാരത്തിന് അപ്പുറത്താണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം. ഒരു ഉദ്യോഗാർത്ഥി ഒരു കള്ളം പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇൻ്റർവ്യൂ നടത്തുന്ന ആളിന് അത് അപ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഉദ്യോഗാർത്ഥിക്ക് ജ്ഞാനമുണ്ട്, വിജ്ഞാനമുണ്ട്, നോളജ് ഡെപ്തിലുണ്ടെങ്കിൽ അത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇൻ്റർവ്യൂ നടത്തുന്ന ആളിന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷത്തെയോ ഒരു മണിക്കൂറത്തെയോ ഒരു ദിവസത്തെയോ പരിശീലനമല്ല പ്രധാനം, ഒരു ആജീവനാന്ത പരിശീലനം തന്നെ. നമ്മളൊരു ജീവിതകാലം മൊത്തം നമ്മുടെ പഠനത്തിലും നമ്മുടെ സോഷ്യൽ ഇൻറ്ററാക്ഷനിലും പിന്തുടരുന്ന പാത അറിയാതെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. അതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഉദ്ദേശവും. എങ്കിലും ചില കാര്യങ്ങളിൽ ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ പരീക്ഷാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയാവൂ. ചോദിക്കാത്ത കാര്യങ്ങൾക്ക് കയറി ഉത്തരം പറയുന്നത് ഈ വലിയ കിടന്ന പാമ്പിനെ എടുത്ത് തോളിലിടുന്നതിന് തുല്യമാണ്. അപ്പോൾ ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയരുത്. അത് ചോദ്യകർത്താവ് അത് ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഒരു അത്യാവശ്യം കുറച്ച് നിസ്സംഗഭാവം കൂടി ആവശ്യമാണ്. എക്സൈറ്റഡ് ആകരുത്. എന്താണോ ചോദിക്കുന്ന ആളിന് അറിയേണ്ടത് അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. രണ്ടാമത്, നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഭാവഹാവാദികൾ എങ്ങനെ ആണെന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാകണം. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, കണ്ണാടിയുടെ മുന്നിലിരുന്ന് പരിശോധന വേണമെന്നുള്ളത്. മൂന്നാമത്, ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂവിന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് മുമ്പ് ഇത് ഫേസ് ചെയ്തിട്ടുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ സിവിൽ സർവീസിന് ഇൻ്റർവ്യൂവിന് പോവുക, അല്ലെങ്കിൽ കേരള PSCയുടെ ഇൻ്റർവ്യൂവിന് പോവാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു പരീക്ഷയുടെ വൈവാവോസിക്ക് പോവാണ്, ഇതിനേത് പോയാലും ഇതിന് മുമ്പ് പങ്കെടുത്തിട്ടുള്ള കുറച്ച് പേരെങ്കിലും നമുക്ക് കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനോ സാധിച്ചു എന്ന് വരും. അവരോട് ഇതിൻ്റെ നടപടിക്രമം എങ്ങനെയാണെന്ന് ചോദിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ടെൻഷനും ഉണ്ടാവില്ല. പിന്നെ മറ്റൊന്ന്, ഈ ഏത് ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ വൈവാവോസിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ഇതല്ല എൻ്റെ ജീവിതം എന്നുള്ളൊരു ധാരണ നമുക്ക് മനസ്സിലുണ്ടാകണം. ഇതെൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു ഫാക്ടർ അല്ല എന്ന് തോന്നണം. ഏതെങ്കിലും സമയത്ത് ഇതാണ് എൻ്റെ ജീവിതം മൊത്തം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പകച്ചു പോകും. അങ്ങനെ ഒരു പകയ്ക്കൽ ഒന്നിലും ഉണ്ടാകരുത്. കാരണം നമുക്കെപ്പോഴും ജീവിതത്തിൽ പല പല പ്ലാൻസ് വേണം. പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C, പ്ലാൻ D, അങ്ങനെ പല പ്ലാൻസ് വേണം. നമ്മളിപ്പോൾ പോകുന്നൊരു ഇൻ്റർവ്യൂ, ആ ജോലി കിട്ടിയാൽ നല്ലത് തന്നെ. പക്ഷേ ചിലർ ജോലിക്ക് ആവശ്യമില്ലാതെ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ പോകുന്ന ചില ഉദ്യോഗാർത്ഥികളുണ്ട്. അത് നല്ലത് തന്നെയാണ്. കാരണം ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഇൻ്റർവ്യൂ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചോദ്യകർത്താവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി ലിസണിങ് സ്കില്ലാണ്. പല ഉദ്യോഗാർത്ഥികളും ഞാൻ കണ്ടിട്ടുണ്ട്, ചോദ്യം മുഴുവനായി ചോദിച്ചു കഴിയുന്നതിന് മുന്നേ തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കും. ഒരു വലിയ തെറ്റാണത്.
ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആദ്യമായിട്ട് അറിയേണ്ടത് അയാൾക്ക് വേണ്ടത് പറയാനുള്ള സ്കില്ലിനേക്കാൾ കൂടുതൽ കേൾക്കാനുള്ള സ്കില്ലാണ്, ലിസണിങ് സ്കിൽ. അപ്പോൾ ലിസണിങ് സ്കിൽ നല്ല രീതിയിലുണ്ടെങ്കിൽ ചോദ്യം പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിലും നിങ്ങൾ ചോദ്യം കഴിഞ്ഞാൽ ഉടനെ ഉത്തരം പറയാൻ പറയുന്നില്ല. അതിനിടയ്ക്ക് ഗ്യാപ്പ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉത്തരം നമ്മളിലേക്ക് വരികയാണെങ്കിൽ അത് പറഞ്ഞു തുടങ്ങുകയും ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഉത്തരം പറയാൻ വെമ്പിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ചോദ്യകർത്താവും അത് ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ചോദ്യം മുഴുവൻ പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രമേ പ്രതികരിക്കാവൂ. മറ്റൊന്ന്, നമ്മുടെ സ്വഭാവത്തെ ഒന്നും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വഭാവം വളരെ ഗ്രാജുവലായിട്ട് മാറ്റി. ക്ഷിപ്രകോപമൊക്കെ കാണിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിലും ചിലപ്പം അവരുടെ മുഖഭാവം പെട്ടെന്ന് മാറും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ നമ്മുടെ മുഖത്തെ പെട്ടെന്നൊന്നും അങ്ങനെ മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് വളരെ നാളത്തെ പരിശീലനം കൊണ്ട് മാത്രമേ ഒരാളിന് നല്ലൊരു ഉദ്യോഗാർത്ഥിയോ നല്ലൊരു തൊഴിലാളിയോ നല്ലൊരു ഉദ്യോഗസ്ഥനോ ആകാൻ കഴിയുള്ളൂ. അത് ഓവർനൈറ്റ് കുറച്ച് ജാടകൾ കാണിച്ചുകൊണ്ട് ആകാൻ കഴിയില്ല. അപ്പോൾ അതിന് നൈരന്തര്യമായ ഒരു പ്രവർത്തനം അതിനാവശ്യമാണ്, തയ്യാറെടുപ്പും. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സെഗ്മെൻറ്റുമായി വീണ്ടും കാണാം.